എർത്തൈസ് മീഡിയയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ഭരണം ഏറ്റെടുത്തത് മുതൽ ലോകത്തെ അമ്പരപ്പിക്കുന്ന പല നേട്ടങ്ങളും രാജ്യം നേടിയിട്ടുണ്ട്. തന്റെ അഭിലാഷ പദ്ധതിയായ വിഷൻ 2030 പ്രകാരം മരുഭൂമിയിലെ ഒരു ഭാവി നഗരമായ നിയോം അദ്ദേഹം വിഭാവനം ചെയ്തു. ആധുനിക സൗകര്യങ്ങളുള്ള ഈ നഗരത്തിൽ ഒരു ചന്ദ്രനെയും നിർമ്മിക്കാനൊരുങ്ങുകയാണ്. ഇപ്പോഴിതാ മറ്റൊരു നേട്ടവുമായി സൗദി അറേബ്യ ലോകത്തെ വിസ്മയിപ്പിച്ചിരിക്കുകയാണ്. അതാണ് സൗദിയുടെ ഡ്രീം ഓഫ് ദി ഡെസർട്ട് പദ്ധതി. സഞ്ചരിക്കുന്ന കൊട്ടാരം എന്ന് പറഞ്ഞാൽ തെറ്റില്ല. സൗദി അറേബ്യ മരുഭൂമിയിൽ പഞ്ചനക്ഷത്ര ട്രെയിൻ ഓടിക്കാൻ പോകുന്നു. വിഷൻ 2030 പ്രകാരം രാജ്യത്തിന്റെ എണ്ണ അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവത്കരിക്കാൻ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം വിദേശ നിക്ഷേപത്തിനും ടൂറിസത്തിനും വലിയ ഊന്നൽ നൽകുന്നത്. രാജ്യത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിനായി പഞ്ചനക്ഷത്ര ലക്ഷറി ട്രെയിൻ അവതരിപ്പിക്കുന്നു. സൗദി അറേബ്യയുടെ റെയിൽവേ ഇറ്റാലിയൻ കമ്പനിയായ ആഴ്സനോലയുമായി സഹകരിച്ചാണ് ഈ ട്രെയിൻ നിർമ്മിക്കുന്നത്. ഡ്രീം ഓഫ് ഡെസേർട്ട് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ആഡംബര ട്രെയിനിന്റെ അന്തിമ രൂപരേഖ ഇരു കമ്പനികളും ചേർന്ന് പുറത്തിറക്കി. മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ 5 സ്റ്റാർ ലക്ഷറി ട്രെയിനായിരിക്കും ഈ ട്രെയിൻ. സൗദി അറേബ്യയുടെ ആഡംബര ട്രെയിൻ ടൂറിസ്റ്റുകളെ രാജ്യത്തിന്റെ വിശാലമായ മരുഭൂമിയിൽ പര്യടനം നടത്തുകയും 2026 അവസാനത്തോടെ അതിന്റെ സേവനങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. സൗദി തലസ്ഥാനമായ റിയാദിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ വടക്കൻ പ്രവിശ്യയായ അൽ ജൗഫിലെ അൽ ഖുറയത്തിലേക്കുള്ള നിലവിലെ റെയിൽവേ ലൈനുകളിൽ 1300 കിലോമീറ്റർ ഓടും. ഈ റോഡ് സൗദിയിലെ ഏറ്റവും മനോഹരമായ റോഡായി കണക്കാക്കപ്പെടുന്നു. അതിന്റെ പ്രകൃതി സൗന്ദര്യം കാണേണ്ടതാണ്. സൗദി അറേബ്യയുടെ വാർത്താ ഏജൻസിയായ സൗദി പ്രസ് ഏജൻസി 2024 ജനുവരിയിൽ ആഡംബര ട്രെയിൻ നിർമ്മിക്കുന്നതിനായി SAR-ഉം ആഴ്സനോലയും തമ്മിൽ 461 കോടി രൂപയുടെ ഔദ്യോഗിക കരാർ ഒപ്പുവെച്ചതായി റിപ്പോർട്ട് ചെയ്തു. ദ ഡ്രീം ഓഫ് ദി ഡെസേർട്ട് ആഡംബര യാത്രയുടെ പുതിയ യുഗത്തിന്റെ തുടക്കമാണ്. ലോകമെമ്പാടുമുള്ള ആഡംബര യാത്രകൾക്ക് ധാരാളം ആകർഷണങ്ങളുണ്ട്. സൗദി അറേബ്യയുടെ ദ ഡ്രീം ഓഫ് ദി ഡെസേർട്ട് ആഡംബര യാത്രയിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കമിടും. ആഡംബര പഞ്ചനക്ഷത്ര ഹോട്ടൽ പോലെയാണ് തീവണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഡ്രീം ഓഫ് ദി ഡെസേർട്ട് ട്രെയിനിൽ 14 കോച്ചുകൾ ഉണ്ടാകും. അതിൽ 34 ആഡംബര സ്യൂട്ടുകൾ ഉണ്ടാകും. ലെബനീസ് വാസ്തുശില്പിയായ അലിൻ അസ്മർ ഡി അമ്മനാണ് ട്രെയിനിന്റെ ഇന്റീരിയർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതിന്റെ വാസ്തുവിദ്യ അതിശയിപ്പിക്കുന്നതാണ്. ട്രെയിനിന്റെ ഇന്റീരിയറിന്റെ മേൽത്തട്ട് സ്വർണം പൂശിയതാണ്. വിരുന്ന് ഹാൾ അതിമനോഹരമായ വെൽവെറ്റ് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. കൂടാതെ സൗദി പാരമ്പര്യത്തിന്റെ സ്പർശം നൽകുന്ന ഗംഭീരമായ ടൈൽ വർക്കുമുണ്ട്. മരുഭൂമിയിലെ മണൽ നിറങ്ങളിൽ അലങ്കരിച്ച സങ്കീർണമായ കൊത്തുപണികളുള്ള മജ്ലിസ് ക്രമീകരണം പോലെയാണ് റിസപ്ഷൻ ഏരിയ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ട്രെയിനിന്റെ ഇടനാഴിയിൽ തൂക്കിയിടാൻ സൗദി പൈതൃകവും സംസ്കാരവും പ്രചോദിപ്പിച്ച പ്രത്യേക കലാസൃഷ്ടികൾ സ്ഥാപിച്ചിട്ടുണ്ട്. പ്രാദേശിക അന്തർദേശീയ പാചക വിദഗ്ധരുടെ സഹായത്തോടെയാണ് ട്രെയിനിലെ ഭക്ഷണ മെനു തയ്യാറാക്കുക. ട്രെയിൻ ബുക്കിംഗ് വിശദാംശങ്ങളും പ്രത്യേക പാക്കേജുകളും ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രഖ്യാപിക്കും. വിഷൻ 2030 പ്രകാരം 15 കോടി വിനോദസഞ്ചാരികളെ രാജ്യത്തേക്ക് ആകർഷിക്കാനാണ് സൗദി അറേബ്യ ലക്ഷ്യമിടുന്നത്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ വിനോദസഞ്ചാരത്തിന്റെ സംഭാവന വർദ്ധിപ്പിക്കുന്നതിനായി സൗദി അതിവേഗം ഈ ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ്. സമ്പദ് വ്യവസ്ഥയിൽ ടൂറിസത്തിന്റെ സംഭാവന 10% ഉയർത്താനാണ്
സൗദി ലക്ഷ്യമിടുന്നത്?